ചങ്ങായിമാരെ നമ്മളെ മാത്യു സാമുവൽ അച്ഛനുണ്ടല്ല, നമ്മളെ മൂത്തജീനിയും സംഘികളൊക്കെ നാണം കെടുത്തുന്ന ഒരു മനോഹരമായ വീഡിയോ കണ്ടാലോ. നമ്മൾ സാമ്പത്തിക ശക്തിയിൽ 3-ാം സ്ഥാനത്താണ്. അടുത്ത് തന്നെ നമ്മൾ 1-ാം സ്ഥാനം ഉണ്ടല്ല, 1-ാം സ്ഥാനം കരസ്ഥമാക്കുന്നത് തള്ളുന്ന നമ്മളെ മൂത്തജീനി, നമ്മളെ നിർമ്മലാ സീതാരാമൻ ഉണ്ടല്ല, അവരൊക്കെ നമ്മൾ ഇച്ചായ പൊളിച്ച് കൈ കൊടുക്കുന്നുണ്ട്. ഇന്നലെ നമ്മളെ മൂത്തജി വന്നിട്ട് തള്ളിയത് അമേരിക്കയും ഇറാനുമായുള്ള യുദ്ധം കാരണം നമ്മളൊക്കെ മുണ്ട് മുറുക്കി കൊടുക്കണം എന്നല്ലേ നമ്മളെ മൂത്തജി തള്ളിയത്. എന്നാൽ അങ്ങനെയൊന്നല്ല സംഭവം. അമേരിക്ക ഇറാന്റെ യുദ്ധത്തിന് മുന്നേ നമ്മളുണ്ടല്ല, നമ്മൾ തകർന്ന് തരിപ്പണായിന്ന് നമ്മളെ മാത്യു സാമുവൽ അച്ഛനുണ്ടല്ല കൃത്യമായിട്ട് തെളിവുടെ അടിസ്ഥാനത്തിലുണ്ടല്ല കൃത്യമായി പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി പറയേണ്ടി വന്നു, ഇന്ത്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇത് ഏകദേശം 1 വർഷം മുമ്പ് ഞാൻ ഇത് പ്രഡിക്റ്റ് ചെയ്ത് പറഞ്ഞു. ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന പശ്ചിമേഷ്യയിലെ യുദ്ധമാണ് കാരണം. ആബ്സല്യൂട്ട്ലി നോൺസെൻസ്. ഇത് ജനങ്ങളെ വീണ്ടും വിഡ്ഢിയാക്കുകയാണ്. ഇന്ത്യയുടെ പോളിസിയാണ് കാരണം. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇങ്ങനൊരു തീരുമാനത്തിലോട്ട്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വീട്ടിൽ വാങ്ങുന്ന കുക്കിംഗ് ഓയിൽ, അതായത് പാചക എണ്ണ, അതിന്റെ ശതമാനം 10% കുറയ്ക്കണം. കാറിൽ യാത്ര ചെയ്യരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ പൂളിംഗ് ആയിട്ട് യാത്ര ചെയ്യണം. മെട്രോയിൽ യാത്ര ചെയ്യരുത്. ഫെർട്ടിലൈസർ, അതായത് അതിന്റെ ഉപയോഗം കുറയ്ക്കണം. പഴയ രീതിയിലോട്ട് പോകണം. ഗോൾഡ് വാങ്ങരുത്. തമാശയല്ല ഈ പറയുന്ന ഒന്നും. ഗോൾഡ് വാങ്ങരുത്. വിദേശ യാത്ര ചെയ്യരുത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എന്റെ അടി തെറി വിളിച്ച പല ആൾക്കാരും ഉണ്ട്. സംഘപരിവാറിന്റെ മോദി ആരാധകരുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞത്? ഈ പശ്ചിമേഷ്യയിലാണോ ഈ പ്രധാനപ്പെട്ട ഇഷ്യൂ? അതൊരു കാരണം മാത്രമേ ഉള്ളൂ. ഇതിന്റെ യഥാർത്ഥ ഇഷ്യൂ ഇതൊന്നും അല്ല. ബേസിക്കലി എന്ന് അമേരിക്കയുമായിട്ട് അടിയുണ്ടായി, അതായത് അമേരിക്ക ഇന്ത്യക്ക് അന്ന് പണി തരാൻ തുടങ്ങി. ഇതാണ് ഇതിന്റെ കാരണം. ഇതൊക്കെയാണ് ആൾക്കാരെ കബളിപ്പിക്കാൻ ഭയങ്കര മിടുക്കനായി ഈ മോദിയുടെ കൂട്ടരും. സത്യം ജനങ്ങളോട് പറയണം. എന്താണ് പറഞ്ഞത്? ലോകത്തിലെ 3ാമത്തെ വലിയ എക്കോണമി, അതും കള്ളത്തരം ഉണ്ടാക്കി വെച്ചു. 8.2 GDP ഗ്രോത്ത്, അതും പച്ചക്കള്ളം. ഇപ്പൊ പറയുന്നു 5ന്റെ താഴെ പോകുമെന്ന്. യഥാർത്ഥ കഥകൾ ഓരോന്ന് പുറത്തു വരും. അതിനും ഈ പറയുന്ന സമയത്ത് പോളിസി എടുക്കുമ്പോഴും അമേരിക്കയോട് അടി ഉണ്ടാക്കുമ്പോഴൊന്നും ഇത് പെട്ടെന്ന് ആർക്കും അറിയത്തില്ല. ഇതവിടെ ചെന്ന് പിടിക്കും. എന്താ ഇതിന്റെ കാരണം? എന്താ? ട്രംപ് നല്ല ഒടുക്കലത്തെ പണി അങ്ങ് കൊടുത്തു. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് പൊളിഞ്ഞ് നാശമായിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഇറങ്ങി അവിടെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ഓരോ ദിവസം പൊളിയുകയാണ്. ഗവൺമെന്റ് ഏജൻസികൾ മറ്റുള്ള സ്റ്റോക്കുകൾ മേടിച്ച് ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് പൊളിയുകയാണ്. ഇന്ത്യൻ കറൻസി പൊളിയുന്നു. ഇനി പ്രധാനമന്ത്രി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. പശ്ചിമേഷ്യൻ ഇഷ്യൂ 2014 ഈ പറഞ്ഞ BJP അല്ലേ ഇന്ത്യയിൽ ഭരണം, മൻമോഹൻ സിംഗ് ആയിരുന്നു ഭരണം. അന്ന് ക്രൂഡ് ഓയിലിന്റെ വില എത്രയാണ്? ഏകദേശം 140, 120, 150, 110 ഈ റേറ്റിനാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് പെട്രോളിനും ഡീസലിനും ഈ പറയുന്ന വിലയുണ്ടോ? ഈ പറയുന്ന വിലയില്ല. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞോ നിങ്ങൾ വണ്ടികൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞോ? ഇല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞോ നിങ്ങൾ വിദേശത്ത് പോകരുത് എന്ന് പറഞ്ഞോ? ഇല്ല. ഫെർട്ടിലൈസർ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞോ? ഇല്ല. ഇതൊന്നും അന്ന് പറഞ്ഞില്ല. കാരണം അന്നും ഈ പറയുന്ന പോലെ പെട്രോളിനും മറ്റുള്ള സാധനങ്ങൾക്കും വില പിടിച്ചു നിർത്തി, കൃത്യമായിട്ട് വില പിടിച്ചു നിർത്തി. ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ ഇത്രയും പുറകോട്ട് പോയോ? ഇല്ല. അതാണ് പോളിസിയിൽ ഉണ്ടാക്കിയ ഡിസിഷൻ. അതാണ് എക്കോണമി അറിയാവുന്ന മനുഷ്യൻ തലപ്പത്തിരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് കാര്യമായിട്ട് ഫിക്സ് ചെയ്തു പോയി. ഇതിനേക്കാളും വില കൂടുതൽ. അതായത് എനർജി എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കലാണ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടിയ തലയ്ക്കുള്ള അഹങ്കാരമുണ്ട്. അദ്ദേഹം വിശ്വഗുരുവാണ്. ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ സംഭവം. ഇതൊക്കെ അമേരിക്കയുടെ കൂടെ നിൽക്കുമ്പോഴേ ഉള്ളൂ. എന്താ ഇതിന്റെ കാരണം? എന്താ ഫോറിൻ എക്സ്ചേഞ്ചിൽ ഇത്രമാത്രം ഇടി ഉണ്ടാകാൻ കാരണം എന്താ? ഇന്ത്യ അമേരിക്ക പോളിസി മോശമായി പോയി. ഇന്ത്യയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നില്ല. ഇവിടെ അങ്ങോട്ട് ഔട്ട്ഫ്ലോ ആണ്. അമേരിക്കൻ എക്കോണമി കുഴപ്പമില്ല. അവർ ഏറ്റവും കൂടുതൽ ജോബ് കൊടുക്കുന്ന മാസമായി കഴിഞ്ഞ മാസം ഈ വാർ നടക്കുമ്പോൾ. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മളിത് ഗ്രോയിങ് എക്കോണമിയാണ്. നിങ്ങൾക്കറിയോ ട്രാവൽ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ, അതായത് ഇവിടെ നിന്നുള്ള കറൻസി എടുത്തിട്ട് പുറകോട്ട് പോകുന്നു. 88% ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഈ പറയുന്ന പെട്രോളിയം പ്രോഡക്ട്സ് മുഴുവനും. ഈ ഫെർട്ടിലൈസർ, ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു, ഫെർട്ടിലൈസർ ഇന്ത്യയിൽ ക്ഷാമം ഉണ്ടാകും. ഇന്ത്യൻ കർഷകർക്ക് പഴയ രീതിയിൽ ചാണകം ഉപയോഗിച്ചുള്ള കൃഷിയിലോട്ട് പോകാനാണ് പ്രധാനമന്ത്രി പറയുന്നത്. നടക്കുന്ന കാര്യമാണോ? കുക്കിംഗ് ഓയിൽ കുറയ്ക്കണം, നടക്കുന്ന കാര്യമാണോ? കാരണം ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത്. വിദേശ സാധനങ്ങൾ വാങ്ങരുത്. ഈ വിദേശ സാധനങ്ങൾ ഇന്ത്യയിൽ അതേപോലുള്ള സംഭവങ്ങളില്ല. അതിന് ഓൾട്ടർനേറ്റീവ് വിദേശ സാധനങ്ങൾ തന്നെ വേണ്ടി വരും. അമേരിക്ക നമുക്ക് ലിവറേജ് ഉണ്ടായിരുന്നു, അത് അവർ ദൂരെ കളഞ്ഞു. ഇതാണ് പെട്ടുപോയത്. അതായത് പ്രധാനമന്ത്രി മോദിയുടെ ഏറ്റവും വലിയ ഫെയിലിയറാണ് ഈ സംഭവം. ലിറ്ററലി കരഞ്ഞു പോകുന്ന സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ മാറി. സോഷ്യൽ മീഡിയ പെട്ടെന്ന് ട്രെൻഡായി. ഇത്രയും നാളും പറഞ്ഞത് മുഴുവനും തള്ളും കള്ളവുമായിരുന്നു. റെഡ് മാർക്കിലോട്ട് ഇന്ത്യ പോയി. അതായത് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞത് ഇടിഞ്ഞങ്ങ് താഴ്ന്നു. കാരണം H1B വിസ, മറ്റൊരു ഇഷ്യൂയുടെ റെമിറ്റൻസ്. ഈ പറയുന്ന അമേരിക്കയിൽ നിന്ന് യൂറോപ്യൻ, ഈ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളൊന്നും ഇന്ത്യയിലോട്ട് വരുന്ന റെമിറ്റൻസ് ഷാർപ്പായിട്ട് അങ്ങ് ഡിക്ലൈൻ ചെയ്തു. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ഇല്ലാതെ ഒരു വല്ലാത്തൊരു ബോട്ടം ലൈനിലോട്ട് പോകാൻ തുടങ്ങി. ഇതാണ് അതായത് ഇന്ത്യയിലെ എക്കണോമിക് എക്സ്പേർട്ടുകളെല്ലാം പറയാൻ തുടങ്ങി. അവർ ലേഖനങ്ങൾ എഴുതാൻ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട്. അതായത് 1970 രീതിയിലോട്ട് ഇന്ത്യ തിരിച്ചു പോകുന്ന ആൾക്കാർക്ക് പേടിയായി. മനസ്സിലാക്കുക, നമ്മളൊരു റെസഷൻ മൂഡിലോട്ട് പോവുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. ഞാനിത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ റെസ്റ്റോറൻറ്റ്, ഹോട്ടലുകൾ, ഇവിടൊന്നും ആൾക്കാരില്ല. അതേപോലെ 4 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടൽ ഡൽഹിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുന്ന് ആളുകളില്ല. കാരണം മാർക്കറ്റ് വളരെ മോശമാണ്. സ്ഥിതി വളരെ ദയനീയമാണ്. അതായത് മനസ്സിലാക്കുക, ഒരു കച്ചവടക്കാരൻ ബിസിനസ്സുകാരൻ പറയുന്ന പോലല്ല ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയേണ്ടത് ഇന്ത്യയുടെ എക്കോണമിയെ പറ്റി.
മുഴുവനും കള്ളത്തരങ്ങളും കപടതകളും നരേറ്റീവ്സും മാത്രം പറഞ്ഞു. അവസാനം യഥാർത്ഥത്തിൽ സെക്കൻഡറാബാദിൽ വെച്ചങ്ങ് തുറന്നു പറഞ്ഞു BJP അവരുടെ കാരണം ക്രൈസിസിലാണ്. പശ്ചിമേഷ്യൻ ക്രൈസിസ് അല്ല ഇത്. തുടക്കം എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപുമായിട്ടുള്ള ഉടക്ക് മൂർച്ഛിക്കുന്നു. ട്രംപ് തോന്നിയ പോലെ ടാരിഫ് അത് ഇതെല്ലാം ഇന്ത്യയുടെ തലയിലോട്ട് അടിച്ച് കൈ കൊടുത്തു. മറ്റുള്ള രാജ്യങ്ങളോടും പറഞ്ഞ് സഹകരിക്കരുതെന്ന് പറഞ്ഞു. അതായത് ഇന്ത്യയെ അവരുടെ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി വലിയ സംഭവമാണെന്ന് പറഞ്ഞു മൂലയ്ക്ക് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അവസാനം ഇന്ത്യ പോലും സറണ്ടർ ചെയ്തു അമേരിക്കൻ ട്രേഡ് ഡീൽ. അത് ഞാൻ പറഞ്ഞു, ഈ പ്രശ്നം ഉണ്ടായതിന്റെ പേരിലാണ് സറണ്ടർ ചെയ്യേണ്ടി വന്നത്. കാരണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന് കൃത്യമായിട്ട് ഫർദർ ഇത് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അടിഞ്ഞ് നാശമായി പോകും. അതുകൊണ്ടാണ് സറണ്ടർ ചെയ്ത് ട്രേഡ് ഡീലിന് ജോയിന്റ് ആയിട്ട് അവർ ഡിക്ലറേഷൻ കൊടുത്തത്. അമേരിക്ക പറയുന്ന എല്ലാം കേൾക്കാവുന്ന രീതിയിലോട്ട് പോയി. ഇത് നേരത്തെ അങ്ങ് ഇവരുമായിട്ട് ലോഹിത് ചെയ്താൽ മതിയായിരുന്നു. ഇതാണ് സ്ഥിതി. അതായത് നിങ്ങൾ ആലോചിക്കണം, ഗോൾഡ് വാങ്ങണ്ട എന്ന് പറയുമ്പോൾ കേരളത്തിൽ എത്രയോ ഗോൾഡ് ഷോപ്പുകളുണ്ട്. ഒരു വർഷത്തേക്ക് വാങ്ങരുത്. എത്രയോ ഷോപ്പുകളുണ്ട്. ഇവിടുന്ന് വാങ്ങിയില്ലെങ്കിൽ ആ കടകൾ എന്ത് ചെയ്യും? അവിടെ ജോലി ചെയ്യുന്നവർ എന്ത് ചെയ്യും? ഇതൊക്കെയാണ് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. വാഹനങ്ങൾ ഉപയോഗിക്കരുത്, കൂളിംഗ് സിസ്റ്റത്തിൽ പോകണം. അതുമായിട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ജോലി എവിടെ പോകും? ഇത് മൾട്ടിപ്പിൾ ആണ് ഈ സംഭവം. കുക്കിംഗ് ഓയിലിന്റെ കാര്യം പറയുന്നത്, മറ്റുള്ള സാധനം, ഈ കടകളെല്ലാം അടച്ചുപൂട്ടണോ? ഇതാണ് പറയുന്നത് ഫോർസി ഇല്ലാത്ത ഒരു മനുഷ്യൻ. അത് കാരണം ആരൊക്കെയോ വേണ്ടാത്ത അഡ്വൈസ് ചെയ്ത് ഈ മനുഷ്യൻ കിടന്നങ്ങ് പൊങ്ങി. അവസാനം ഇപ്പോഴാണ് എവിടെ നിൽക്കണമെന്ന് പോലും അറിയത്തില്ല. മനസ്സിലാക്കുക, ഞാൻ മോശപ്പെടുത്തിയല്ല പറയുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ദയനീയമായിട്ടാണ് പോകുന്നത്. അത് ഇപ്പോഴുണ്ടായതല്ല, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഉണ്ടായ സംഭവമാണ്. അമേരിക്ക ഇന്ത്യ ഇഷ്യൂ ഉണ്ടായപ്പം തുടങ്ങിയതാണ് ഈ സംഭവം. അത് ഗ്രാജുവൽ പ്രോസസ്സിൽ വന്നു. അതായത് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഷാർപ്പായിട്ട് അങ്ങ് ഡിക്ലൈൻ ചെയ്തു. ഇന്ത്യൻ സാധനങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നില്ല. വളരെ കുറച്ച് സാധനങ്ങളെ പോകുന്നുള്ളൂ. അതും പലയിടത്തും ഇന്ത്യ ഗവൺമെന്റ് പല പാക്കേജുകൾ കൊടുത്തിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. കാരണം ഫോറിൻ കറൻസിയുടെ ഷോർട്ടേജ് ഇന്ത്യയിലുണ്ടായി. അതായത് കൃത്യമായിട്ട് മോദി ഭരണത്തിലെ എക്കോണമി എന്ന് പറയുന്നത് കഴിഞ്ഞ 12 വർഷത്തിൽ ആദ്യമായിട്ട്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അഡ്മിറ്റ് ചെയ്തു, ഇന്ത്യയുടെ സ്ഥിതി മോശമാണ്. ഇലക്ഷനൊക്കെ ജയിച്ചു. സാമ്പത്തിക വെല്ലുവിളി ഇതൊന്നുമില്ല. മനസ്സിലാക്കുക, ഓസ്റ്റെരിറ്റി വേണം, ചെലവ് കുറയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ പെടാൻ പോവല്ല. ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ റിസഷനിലോട്ട് പോവുകയാണ്. പലരും EMI അടയ്ക്കുന്നില്ല. വണ്ടി മേടിച്ചതിന്റെ വീട് മേടിച്ചു, കാരണം റെമിറ്റൻസ് ഇല്ല. പ്രോപ്പറായിട്ട് പലയിടത്ത് സാലറി കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് വല്ലാത്ത ക്രൈസിസിലോട്ട് പോവുകയാണ്. ഇതിന്റെയൊക്കെ റിസൾട്ട് വരാൻ പോകുന്ന 2-3 ആഴ്ചയ്ക്കുള്ളിൽ. അപ്പോൾ സ്ഥിതി എന്ന് പറയുന്നത് അതിദയനീയമായിട്ട് അങ്ങ് പോകും. എനർജി, അതായത് ഈ പറയുന്ന പെട്രോളിയം പ്രോഡക്റ്റ് എനർജി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രധാന ക്രൂഷ്യൽ ഘടകമാണ്. എന്താണ് BJP അനുകൂലിക്കുന്ന നരേന്ദ്ര തനേജ? അദ്ദേഹം ഒരു എനർജി എക്സ്പെർട്ടാണ്. അദ്ദേഹം പറഞ്ഞു വല്ലാത്ത ക്രൈസിസിലോട്ടാണ് ഇന്ത്യ പോകുന്നത്. ഇതെങ്ങനെയെങ്കിലും താങ്ങി നിർത്തിയേ മതിയാവത്തുള്ളൂ. പെട്രോളിന്റെ വില കൂട്ടുക മാത്രമൊന്നുമല്ല, വേറെ പല വഴികളും ഉണ്ടാകും. ഇതാണ് ഇന്ത്യ ഈസ് ഇൻ ക്രൈസിസ്. സാമ്പത്തിക പ്രശ്നത്തിലോട്ട് ഇന്ത്യ കൊണ്ടുപോയി. അതിന്റെ കാരണക്കാരൻ മോദിയുടെ ഈഗോയും ഇതേപോലെയുള്ള ഡിപ്ലോമസിയുമാണ് ഈ ഒരു ക്രൈസിസിലോട്ട് ഇന്ത്യയിൽ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മളെ സാമൂലച്ചൻ പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിലും ഉണ്ടല്ല. ഇനി അങ്ങോട്ടേക്കുണ്ടല്ല നമ്മളെ നാടിന്റെ അവസ്ഥയുണ്ടല്ല വളരെ മോശമായിരിക്കും കേട്ടാ. ഈ ചങ്ങായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ല ഏറെക്കുറെ ഉള്ള കാര്യമാണ്. ഇയാൾക്കുണ്ടല്ല അമേരിക്കയോട് ട്രംപിനോട് കുറച്ച് സ്നേഹം കുറച്ച് അധികമാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ല ഉള്ളത് തന്നെയാണ്. നമ്മളൊക്കെ ഉണ്ടല്ലോ ഒരു കാലത്ത് മൻമോഹൻ സിംഗിനെ ഉണ്ടല്ല എങ്ങനെയൊക്കെ കളിയാക്കിയിരുന്നറിയാം. ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ വിലയുണ്ടല്ല, അദ്ദേഹത്തിന്റെ വില ശരിക്കും നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കാൻ കാരണമുണ്ടല്ല ഈ സംഖ്യയിലാണ്. കാരണം ഈ സംഖ്യകളൊക്കെ ഉണ്ടല്ല അദ്ദേഹത്തെ പോലെ ബോധവും വീറുള്ള ഒരു മനുഷ്യനുണ്ടല്ല, വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനുണ്ടല്ല, ഒരു മനുഷ്യനില്ല. ഇവരുടെ ആരാ ഉള്ള ബഡ്ജറ്റ് വരുമ്പോഴല്ല പുതിയ സാരി എടുത്തു വരുന്ന നമ്മളെ നിർമ്മലാജി ഇവർക്കുള്ളത്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയുണ്ടല്ല ഇത്രയും മോശമാക്കിയത്. അപ്പോഴെന്തൊക്കെയായാലും 2014 മുന്നേയുള്ള രാജ്യസ്നേഹമാണ് നമ്മളൊക്കെ ഒറ്റ ആഗ്രഹമുണ്ടല്ല. ഇതൊക്കെ തരണം ചെയ്തിട്ട് നമ്മുടെ രാജ്യം ഉണ്ടല്ല ഒരു നല്ല രീതിയിൽ ഉയർന്നു വേണം തന്നെയാണ്. അതായത് സംഖ്യ ഇതുവരെ കാണിച്ച് ഉടായ്പും പൊട്ടത്തിലുണ്ടല്ല, അതൊക്കെ മാറ്റിട്ട് ബുദ്ധി വീറുള്ള ആരെങ്കിലും ആക്കിയിട്ടുണ്ടല്ല, അതൊക്കെ മാറ്റിട്ട് നമ്മുടെ രാജ്യത്തിനുള്ള ഉയർത്തി കൊണ്ടുവരിക. അപ്പൊ സംഖ്യയുടെ മൊത്തം ഉടായ്പ പൊളിച്ച് കൈ കൊടുത്ത നമ്മളെ മാത്യു സാമുവൽ അച്ചായനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.